താമരപ്പൂ മാലയിട്ട് പൊട്ടു തൊട്ടു സൂര്യപുത്രി എന്താ നാളെ ഞാനൊന്ന് വീട്ടിൽ പോവും. മാഷ് വരുന്നു എൻ്റെ കൂടെ. എത്ര ശ്രമിച്ചിട്ടും ഒന്ന് ഓർത്തെടുക്കാൻ പോലും കഴിയാത്തൊരു മുഖമല്ലേ മാഷെ പത്മാവതി എന്നെൻ്റെ അമ്മയുടെ മുഖം. നേരിട്ടൊന്ന് കാണുമ്പോഴെങ്കിലും ആ മുഖം മാഷിന് ഓർമ്മ വരുമെന്നറിയാനാ. എപ്പോഴും പറയാറുള്ളതല്ലേ എല്ലാം എൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന്. അതെല്ലാം തിരുത്തേണ്ടത് മാഷിന്റെ കൂടെ ആവശ്യമാണെങ്കിൽ മാഷ് നാളെ എൻ്റെ കൂടെ വരണം. ഞാൻ വരാം. കുട്ടി ധരിച്ചു വച്ചതെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുന്നു, ധരിച്ചു വച്ചതെല്ലാം തെറ്റാണ് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും ഒരു അവകാശവാദവുമായി എൻ്റെ മുമ്പിൽ വന്നേക്കരുത്. അച്ഛന്റെ സ്ഥാനത്ത് ആരായാലും മതിയെന്ന് വിചാരിക്കുന്നവർക്കല്ലേ മാഷെ അങ്ങനെ ഒരു ആവശ്യം വരൂ. എനിക്കാവശ്യം എൻ്റെ അച്ഛനെയാ. അത് മാഷല്ലാന്ന് എനിക്ക് ബോധ്യമായ പിന്നീട് ഒരിക്കലും മാഷിന്റെ കൺവട്ടത്ത് പോലും ഞാൻ വരില്ല. ഉറപ്പല്ലേ? ഉറപ്പ്. പക്ഷേ ഇതേപോലൊരു ഉറപ്പ് എനിക്ക് മാഷിൽ നിന്നും കിട്ടണം. എന്താ? ഇത്ര നാളും എൻ്റെ മുന്നിൽ അഭിനയിച്ച പോലെ അനങ്ങാനോ സംസാരിക്കാനോ ശേഷിയില്ലാതെ കിടക്കുന്ന എൻ്റെ അമ്മയുടെ മുമ്പിലും അറിയില്ല എന്നുള്ള അതേ പല്ലവി ആവർത്തിച്ച് അഭിനയിക്കില്ലാന്ന്. അഭിനയിച്ചൊന്നും അവിടെ ജയിക്കാൻ കഴിയില്ല മാഷേ. സംസാരിക്കാൻ ശേഷിയില്ലെങ്കിലും മാഷെ കാണുമ്പോൾ തിരിച്ചറിയുന്ന എൻ്റെ അമ്മയുടെ മനസ്സുണ്ടല്ലോ, എല്ലാം എനിക്ക് ആ മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ കഴിയും. ഒരു ഭാഷയുടെ ആവശ്യമില്ലാതെ തെറ്റാതെ വായിച്ചെടുക്കും ഞാനത്. അതോടെ ഞാനും ഉറപ്പിക്കും മാഷല്ലാതെ മറ്റാരും അല്ല എൻ്റെ അച്ഛനെന്ന്. ആവാം. എന്താ പോരെ? എങ്കിൽ നാളെ പുലർച്ചെ നമ്മൾ പോകുന്നു. എന്ത് പറഞ്ഞിവിടുന്ന് ഇറങ്ങുമെന്നോർത്തൊന്നും തല പോയിക്കണ്ട. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. മാഷുവാ, കഞ്ഞി തണുക്കും.
അച്ഛനെവിടെ? ദാ വരുന്നുണ്ട്. മതി ശാരദാമ്മേ. എന്തുപറ്റി? കുറച്ചു മുമ്പല്ലേ വിശക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചത്? എന്താന്നറിയില്ല, കുറച്ചു മുമ്പ് വരെ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ എങ്ങോ പോയ പോലെ. അതെന്താ മോളെ? ആർക്കറിയാം. ശാരദേ, എനിക്ക് ചോറ് കുറച്ചുകൂടെ. നല്ല വിശപ്പുണ്ടെന്ന്. ആഹാ, അത് കൊള്ളാലോ. ഒരാൾക്കിന്ന് പതിവില്ലാത്ത വിശപ്പില്ലായ്മ, വേറൊരാൾക്ക് പതിവില്ലാത്തൊരു വിശപ്പും. എന്തുപറ്റി? എനിക്ക് ചിലപ്പോ നാളത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം ഓർത്തിട്ടാവും വിശപ്പൊക്കെ പമ്പ കടന്നത്. ഇന്റർവ്യൂ? നാളെ എവിടെയാ ഇന്റർവ്യൂ? പാലക്കാട്. എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നേ? അതിന് ഞാൻ ഇന്നല്ലേ അറിഞ്ഞത്. 2 ദിവസം മുമ്പാ ടെക്നോ വേൾഡിൽ ഇന്റർവ്യൂ കാർഡ് വന്നത്. അവരെനിക്ക് തരുന്നത് ഇന്ന്. 2 കവർ ഡയലോഗൊക്കെ വിട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ നേരെ എത്രയായി? എന്നിട്ട് പോകുന്ന കാര്യം പറയുന്നത് ഇപ്പോഴും? അത് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഒടുവിലങ്ങ് ഫിക്സ് ചെയ്തു പോവാന്ന്. എന്തായാലും ഒരു മുഖാമുഖം അല്ലേ, ഒന്ന് ഇരുന്നു കൊടുക്കാം. ചിലപ്പോ ഒരു ലോട്ടറി അങ്ങ് കിട്ടിയാലോ. നല്ല സ്ഥാപനം വല്ലതുമാണോ മോളെ? ഇതൊരു പുതിയ കമ്പനിയാ ശാരദാമ്മേ. കുറച്ച് നാളെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ആ, എന്തായാലും മോൾക്കത് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. എത്ര നാളായി ഇങ്ങനെ? അതെ, എത്ര നാളായി. ശരിയാവും ശാരദാമ്മേ, ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചോ. നാളെ എപ്പോഴാ പോകുന്നേ? നാളെ വെളുപ്പിനെ ഞങ്ങളങ്ങ് പോവും. ഞങ്ങളോ? വേറെ ആരാ കൂടെ? ദാ ഈ ഇരിക്കുന്ന മാഷ്. അത് ശരി. അപ്പൊ അച്ഛനും പോകുന്നുണ്ടോ? ആ, പോയേക്കാം. അതെന്താ വേണോ വേണ്ടിയോന്നൊരു മട്ട്? ഗ്രീഷ്മ ചേച്ചിയുടെ കൂടെ നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത്, പിന്നെന്താ? അതൊക്കെ മാഷിനറിയാം നല്ലൊരു കാര്യത്തിനാന്ന്. അതല്ലേ പച്ചക്കൊടി വീശിയത്. അത് ശരി. അപ്പൊ രണ്ടാളും കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണല്ലേ? ദേ അമ്മേ, നമ്മള് മാത്രമേ അപ്പൊ അറിയാതിരുന്നിട്ടുള്ളൂ. ഏയ്, അത് ഈ കുട്ടി വന്ന് ചോദിച്ചു, ഞാൻ സമ്മതിച്ചു, അത്രേ ഉള്ളൂ. യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടാവുമോ മാഷേ? ദൂരം കുറച്ചില്ലേ? ഡൽഹി വരെ പോവാന്നുണ്ടെങ്കിൽ ഈ പാലക്കാട് വരെ ഒന്ന് പോകുന്നതാണോ ഇത്ര ബുദ്ധിമുട്ട്? അല്ലേ അച്ഛാ? അതെ. അല്ലേ ഗ്രീഷ്മേ, സ്വന്തം നാടല്ലേ പാലക്കാട്. അവിടം വരെ പോവാൻ ഒരാൾ കൂട്ടു വേണോ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അല്ലേ ഗ്രീഷ്മേ, സ്വന്തം നാടല്ലേ പാലക്കാട്. അവിടം വരെ പോവാൻ ഒരാൾ കൂട്ടു വേണോ? ഏയ്, ഇതങ്ങനെ വെറുതെ ഒരു കൂട്ട് വേണമെന്ന് ഉദ്ദേശിച്ചല്ല. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ കൂടെ രക്ഷകർത്താവായിട്ട് ഒരാൾ കൂടെ വേണോന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കൂടെ ഉണ്ടാവാൻ മാഷല്ലാതെ വേറെ ആരാ എനിക്കുള്ളത്? എങ്ങനെ വന്നു രാമേട്ട പത്രത്തിൽ ഇതുപോലെ വാർത്ത? സത്യമാണോ ഇതിൽ എഴുതിയിരിക്കുന്നതല്ല? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ മോനെ, ഫാക്ടറിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഏറെക്കുറെ ശരിയാണ്. എന്ന് പറഞ്ഞ? അതായത് ആ ഫാക്ടറി മൂലം ഉണ്ടാകുന്ന മലിനീകരണം. കുറച്ചൊക്കെ അപകടം പിടിച്ച പിഗ്മെന്റ്സും കെമിക്കൽസും ഒക്കെ ആണല്ലോ നമ്മളവിടെ ഉണ്ടാക്കുന്നത്. അവിടെ തന്നെ പുറത്തേക്ക് വിടേണ്ടി വരുന്ന മാലിന്യങ്ങൾ പണ്ട് ആ പരിസരത്തുണ്ടായിരുന്ന ചിലർക്കൊക്കെ ബ്രോങ്കൈറ്റിസും ക്യാൻസറും വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മുമ്പുണ്ടായിരുന്ന ആൾ ഇതിന്റെ പേരില ഫാക്ടറി ഇത്രയും നാൾ ലോക്കൗട്ട് ചെയ്തിരുന്നത്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടാണോ ഡാഡി ഇത് വാങ്ങിയത്? അതെ, പക്ഷേ മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു പ്ലാന്റ് കൂടി തുടങ്ങാമെന്നായിരുന്നു ഉദ്ദേശം. എന്നിട്ട് പിന്നെന്താ തുടങ്ങാതിരുന്നത്? അത് ഒരുപാട് സാമ്പത്തിക ചെലവുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആ തുകയ്ക്ക് ചെറിയൊരു ഫാക്ടറി തന്നെ തുടങ്ങാം. അതാ പിന്നെ അച്ചായം അടിച്ചത്. എന്നാലും പൂർണ്ണമായ രീതിയിലല്ലെങ്കിലും മാലിന്യങ്ങളുടെ വിഷാംശം കുറെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു പ്ലാന്റ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അതിൽ ആ ഭാഗത്തുള്ളവർ ഒരു പരിധിവരെ സംതൃപ്തരുമായിരുന്നു. പിന്നെ എങ്ങനെ ഇപ്പോൾ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടായി? കമ്പനിക്കെതിരെ നിവേദനം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായി? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ആക്ഷൻ കൗൺസിലൊന്നും അവിടെ ഇല്ല. പരാതി ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മളെയല്ലേ അറിയിക്കേണ്ടത്, പിന്നെയല്ലേ ഈ വഴികളൊക്കെ നോക്കേണ്ടത്. ഇതുവരെ നമുക്കാരും ഒരു പരാതിയും തന്നിട്ടില്ല. പിന്നെ ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്ന എന്താ രാമേട്ട? ഹലോ മോനെ കർണേട്ടനാ.
എന്താ കരണേട്ടാ? പത്രവാർത്ത കണ്ടു. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. മോൻ ടെൻഷനാവണ്ട. ഞാനും ചെറായും കൂടെ അങ്ങോട്ട് വരാം. എന്നിട്ട് തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. എന്റെ ബലമായ സംശയം ഇതാരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്നാ. മമ്മി ഇത് കണ്ടോ? എന്താ ശിവ? ദാ നമ്മുടെ പുതിയ കമ്പനിക്കെതിരെ അവിടെയുള്ള നാട്ടുകാര് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പരാതി കൊടുക്കാൻ തീരുമാനിച്ചെന്ന്. എന്തിന്? കമ്പനി പരിസ്ഥിതി മലിനീകരണം നടത്തുന്നു. അത് അടച്ചുപൂട്ടണമെന്ന ആൾക്കാരുടെ ആവശ്യം. കർത്താവേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അടച്ചുപൂട്ടാതെ നോക്കണം. നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിയമം അനുസരിച്ച് നീങ്ങിയാൽ നമുക്ക് പൂട്ടേണ്ടി വരില്ല. ഞാൻ അന്നേ അച്ചായനോട് പറഞ്ഞതാ, എന്തോ പ്രശ്നം കാരണം അടച്ചുപൂട്ടിയ കമ്പനിയാ, അതൊന്നും വാങ്ങി വെറുതെ തലയിൽ വെക്കണ്ടെന്ന്. അതൊന്നും ഒരു പ്രശ്നമല്ല, എല്ലാം ശരിയാക്കാന്നും പറഞ്ഞു വാങ്ങിയത്. മമ്മി വിഷമിക്കൊന്നും വേണ്ട. ഒരു നിവേദനം കൊടുത്തെന്നും പറഞ്ഞ് പെട്ടെന്ന് അതങ്ങ് അടച്ചുപൂട്ടാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്നേ ഉള്ളൂ. അച്ചായൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് അച്ചായൻ തന്നെ അങ്ങ് തീർത്തോളൂ. പക്ഷെ ഇപ്പോ വില്യമിനെ കൊണ്ട് ഒറ്റയ്ക്ക് അതൊക്കെ പറ്റുമോ? പിന്നെ പറ്റാതെന്താ? വില്യം ഒറ്റയ്ക്ക് തന്നെ അത് ചെയ്തോളും. അവനറിയാം എന്താ ചെയ്യേണ്ടെന്ന്. അതല്ല മോളെ, ഇത് അത്ര നിസ്സാര പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. എന്ത് പ്രശ്നമായാലും കമ്പനി കാര്യങ്ങളൊന്നും വില്യത്തിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. മമ്മി അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. എനിക്കതല്ല, ഈ വാർത്ത എങ്ങനെ പത്രത്തിൽ വന്നുന്നാ. ഡാഡി ആ കമ്പനി വാങ്ങുന്നതിന് മുമ്പ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ നമ്മൾ വാങ്ങിയതിൽ പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടൊന്നും ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ പെട്ടെന്നൊരു ആക്ഷൻ കൗൺസിലും പരാതി കൊടുക്കാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായി. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണും, നമ്മൾ അറിയാഞ്ഞിട്ടാവും. എനിക്ക് തോന്നുന്നത് ഈ പത്രവാർത്ത മനഃപൂർവ്വം ആരോ സൃഷ്ടിച്ചതാന്നാ, നമ്മളെ അങ്ങ് ഇല്ലാതാക്കാൻ. ഇനിയിപ്പോ ആർക്കറിയാം ഇങ്ങനൊരു വാർത്ത ഈ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണോ സൃഷ്ടിക്കപ്പെട്ടതെന്ന്. എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു അടിയായിപ്പോയി. എന്തിൻ്റെ പേരിലുള്ള വൈരാഗ്യമായാലും ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഇതാദ്യമായിട്ടാണ്. ഇതിപ്പോൾ ആ കമ്പനിയെ മാത്രമല്ല, നമ്മുടെ മറ്റുള്ള കമ്പനിയെ കൂടി ബാധിക്കും. ഇത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തന്നെ ആരോ കളിച്ചതാ. എന്തായാലും ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം സർക്കാർ തലത്തിലൊരു നടപടിക്കൊന്നും സാധ്യതയില്ല. പക്ഷേ പത്രത്തിൽ കാണുന്ന പോലെ ഒരു ആക്ഷൻ കൗൺസിലും നിവേദനം കൊടുക്കലും ഒക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ അത് നമുക്ക് തലവേദനയാവും. അതുകൊണ്ട് ഇപ്പം നമ്മൾ പേടിക്കേണ്ടത് ആ കമ്പനി പരിസരത്തുള്ളവരെയാണ്. ഏതെങ്കിലും ഒരു തലതിരിഞ്ഞവൻ ഇതൊക്കെയൊന്ന് എടുത്ത് കുത്തിപ്പൊക്കിയാൽ മതി, ഈ പറയുന്ന പോലെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. കാശ് കൊടുത്താൽ ഒതുങ്ങുമെങ്കിൽ നമുക്ക് ആ വഴിക്കൊന്ന് ശ്രമിക്കാം. കാശ് കൊടുക്കാം, പക്ഷെ ആർക്ക് കൊടുക്കണം? നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കാൻ പറ്റുമോ? ഇതിന്റെ പിന്നിൽ ആരാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് തീരുമാനിക്കാം. കാശ് കൊടുക്കണോ വേറെ ഏതെങ്കിലും രീതിയിൽ ഒതുക്കണോന്നൊക്കെ. ഞാൻ പത്ര ഹൗസിലേക്ക് വിളിച്ചു നോക്കി, പക്ഷെ അവരൊന്നും പറയുന്നില്ല. അവര് പറയില്ല, അതൊക്കെ ഒരു പത്രത്തിന്റെ ചിട്ടാവട്ടങ്ങളാ. യെസ്, വില്യം ഹിയർ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഞാൻ പത്ര ഹൗസിലേക്ക് വിളിച്ചു നോക്കി, പക്ഷെ അവരൊന്നും പറയുന്നില്ല. അവര് പറയില്ല, അതൊക്കെ ഒരു പത്രത്തിന്റെ ചിട്ടാവട്ടങ്ങളാ. യെസ്, വില്യം ഹിയർ. ഞാനാണ് നിന്റെ അജ്ഞാത സുഹൃത്ത്. ഇന്നത്തെ പത്രവാർത്ത കണ്ടല്ലോ അല്ലേ? അതിന് പിന്നിൽ ആരാണെന്നറിയാൻ തലപൊക്കിക്കണ്ട. നീ ഇങ്ങനെ ഓരോ പടവുകളും കയറി മുകളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ
ഞാൻ കാണിച്ച ഒരു വികൃതിയാത്. കാരണം നിനക്ക് പറക്കാൻ അത്ര വിശാലമായ ആകാശമൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനൊന്ന് ഒരിക്കലും നിനക്ക് ഞാൻ അനുവദിച്ചു തരാൻ പോകുന്നില്ല. എന്താ മോനെ, ആരാ വിളിച്ചത്? അവനാ, ആ അജ്ഞാതൻ. പത്രത്തിൽ വാർത്ത കൊടുത്തത് അവനാണെന്ന്. അവനെ കൊണ്ടുള്ള ശല്യം വീണ്ടും തുടങ്ങി. ഇനി സഹിക്കാൻ പറ്റില്ല അവനെ. ഒറ്റാല് വെച്ച് തപ്പിയിട്ട് പോലും നമുക്കവനെ കിട്ടുന്നില്ലല്ലോ. എത്ര പേര് നമ്മൾ സംശയിച്ചു, എത്ര പേരുടെ പിന്നാലെ പോയി. അങ്ങനെ പിന്നാലെ പോയവരുടെ പേരുകളൊക്കെ ലിസ്റ്റിൽ നിന്ന് വെട്ടാൻ വരട്ടെ. ആ കിച്ചുവിനെ നിങ്ങൾ സംശയിച്ചതല്ലേ? ഇപ്പൊ അവനല്ലെന്ന് ഉറപ്പായല്ലോ. അതെ, ജയിലിൽ കിടക്കണ അവനെങ്ങനെ ഫോൺ ചെയ്യും? അങ്ങനെ പഴയ ലിസ്റ്റ് എടുത്ത് ആലോചിക്കുമ്പോ എനിക്ക് മറ്റൊരാളെ സംശയം തോന്നുന്നു. ആരെയെ കരണേട്ടാ? ഇങ്ങനെ കെട്ടിച്ചമച്ചൊരു വാർത്ത പത്രത്തിൽ കൊടുത്തെന്ന് പറയുമ്പോ പത്രവും പത്രക്കാരും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണും. അങ്ങനെ ഒരാളില്ലേ നമ്മുടെ ലിസ്റ്റില്? ആ മാഷിന്റെ സുഹൃത്ത് മുകുന്ദൻ. സാഹചര്യം വെച്ച് നോക്കുമ്പോ അയാളാവാനല്ലേ സാധ്യത. ഒരിക്കൽ അയാൾ നമുക്കെതിരെ ഒരു വാർത്ത പത്രത്തിൽ കൊടുത്തതുമാണ്. അതെ, അന്ന് അച്ചായൻ അയാളുടെ പേനൊന്നുന്ന കൈ ഒന്ന് ഒടിച്ചതുവാ. മോൻ എന്ത് പറയുന്നു? അങ്ങനെ ഒരു സംശയത്തിനുള്ള സാധ്യതയുണ്ടോ? കരുണേട്ടൻ പറഞ്ഞതുപോലെ പത്രവാർത്ത മാത്രമല്ല, ആ മാഷുമായുള്ള ബന്ധം കൂടി വച്ചു നോക്കുമ്പോൾ സാധ്യതയില്ല ഇതില്ല. അങ്ങനെയാണെങ്കിൽ ഉടനെ ഒരു തീരുമാനം എടുക്കണം. ഇനി വേറെ എന്തെങ്കിലും അയാൾ കുത്തിപ്പൊക്കുന്നതിന് മുമ്പ് നമ്മളൊരു വഴി കണ്ടെത്തണം. ചെറായി പറയുന്നത് ശരിയാ. നമ്മൾ നടത്തിയ വില്ലേജ് ഓഫീസിലെ തിരിമറി അയാൾ കണ്ടെത്തിയാൽ നമ്മൾ അഴിയണേണ്ടി വരും. ഈ കെട്ടിപ്പൊക്കിക്കൊണ്ട് വരുന്നതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. പണ്ട് അയാളുടെ കൈക്ക് പകരം തലയായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഡാഡി അത് ചെയ്തില്ല. പക്ഷെ ഞാനത് ചെയ്യും. ഇനിയൊരു നീക്കം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനത് സോൾവ് ചെയ്തിരിക്കും. ആ കണക്ക് എനിക്ക് നേരിട്ട് തീർക്കണം. വരൂ മാഷേ, വരൂ. കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ, ഒരു മിനിറ്റ് മാഷ് ഇരിക്ക്. അമ്മേ, വന്നിട്ടുണ്ട്. ഇത്രയും നാളും കാണാൻ അമ്മ കാത്തിരുന്നെന്റെ അച്ഛൻ. വാക്ക് തന്നല്ലേ ഞാൻ എന്നെങ്കിലും ഒരു ദിവസം അമ്മയുടെ മുന്നിൽ കൊണ്ടുവരുമെന്ന്. കൊണ്ടുവന്നു. കരയില്ലേ? ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇത്രയും നാളും ഇങ്ങനെ ഒരാളെ അറിയ പോലും ഇല്ലാന്ന് പറഞ്ഞ ആള് ഇപ്പൊ നേരിട്ട് കാണാൻ പോവല്ലേ? എന്തേ കണ്ടിട്ടും അറിയില്ലെന്ന് പറയൂ അയാള്? ഇതുവരെ കളിച്ച നാടകം ഇനിയും കളിക്കോ? എങ്കിൽ പിന്നെ ഞാൻ എന്താവും പ്രവർത്തിക്കാന്ന് പറയാൻ പറ്റില്ല.